ശ്രീ സേനാപതി വേണു, ഈ വിജയത്തിൽ ബി.ജെ.പിക്ക് ഡൽഹി തിരിച്ചുപിടിക്കുവാനുള്ള അവസരം നൽകിയതിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനും ഒരു പങ്കുണ്ട്. 15 മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ ലീഡ്, ആം ആദ്മി പാർട്ടി തോറ്റത് നോക്കുകയാണെങ്കിൽ ബി.ജെ.പിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ അവിടെ കോൺഗ്രസ് നേടിയിട്ടുണ്ട്. അല്ല മഞ്ജുഷ, ഇതിനെ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒന്നും രണ്ടല്ല. നമ്മൾ അങ്ങനെ കണക്കാക്കിയിട്ടും കാര്യമില്ല. ഇവിടെ ബി.ജെ.പിയുടെ ഈ തെരഞ്ഞെടുപ്പ് വിജയം ഞാൻ അതിൻ്റെ അകത്തൊരു അത്ഭുതവും കാണുന്നില്ല. കാരണം 27 വർഷക്കാലം ബി.ജെ.പി ഡൽഹിയിൽ അധികാരത്തിൽ നിന്ന് പുറത്തായിരുന്നു. സുഷമ സ്വരാജ്, സാഹിബ് സിംഗ് വർമ്മ, അവർക്ക് ശേഷം ഷീലാ ദീക്ഷിത് 15 കൊല്ലക്കാലം, ഇവരിപ്പോൾ 12 വർഷമായി. അപ്പോൾ 27 വർഷക്കാലം, ഞങ്ങൾ 10 വർഷം, 15 വർഷം, അങ്ങനെ 27 വർഷക്കാലത്തെ കഠിനമായ ശ്രമത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ബി.ജെ.പിക്ക് ഇപ്പോൾ ഡൽഹിയിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. 1-2 വർഷമല്ല, 27 വർഷത്തെ ശ്രമത്തിന് ശേഷമാണ് ബി.ജെ.പിക്ക് ഡൽഹിയിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യം. ഇനി ഇപ്പോ സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട്, കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിലെ റോൾ എന്താണ്? കോൺഗ്രസിന്റെ നില വളരെ പരിങ്ങലിലാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നേറ്റം ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ യാഥാർത്ഥ്യം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഒരു കാര്യം മഞ്ജുഷും രാഷ്ട്രീയ നിരീക്ഷകരും ശ്രീ മോഹൻ വർഗീസ് സാറിനെ പോലുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ നില മെച്ചപ്പെടുത്തി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് 4.5% എന്നുള്ളത് ഇപ്പോൾ 6-7% ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടി കേഡർമാർ, ഇപ്പോൾ ഞങ്ങളുടെ കേഡർ പാർട്ടി അല്ല എങ്കിലും കോൺഗ്രസിന് മാത്രം ജീവിതത്തിൽ വോട്ട് ചെയ്യുന്ന കുറെ ആളുകൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. അതോടൊപ്പം കോൺഗ്രസിന്റെ അനുഭാവികളായ ആളുകളും ഞങ്ങൾ വോട്ട് ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് നിഷ്പക്ഷമതികളായിട്ട് നിൽക്കുന്ന ആളുകൾ ഇത്തവണ ഞങ്ങൾ വോട്ട് ചെയ്തില്ല. കാരണം എന്താ? ഞങ്ങൾ വോട്ട് ചെയ്താലും ഒരുപക്ഷെ ഒരു അധികാരത്തിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന ഒരു നിഗമനം ആളുകൾക്കുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ, ഞങ്ങൾക്ക് കിട്ടേണ്ട പാർട്ടി വോട്ടും പാർട്ടി അനുഭാവ വോട്ടുകളുമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ഏതാണ്ട് 6-7. പക്ഷെ നിങ്ങൾ അവിടെ ബി.ജെ.പിയെ അധികാരത്തിലെത്താൻ സഹായിച്ച ഒരു ഘടകമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ശ്രീ സേനാപതി വേണു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കേജ്രിവാൾ അഴിമതിക്കാരനാണ് എന്നുള്ള വാദം, ആ ഒരു പ്രചാരണം, അത് ജനങ്ങൾക്കിടയിൽ വിശ്വാസയോഗ്യമുള്ളതാക്കി മാറ്റുവാൻ നിങ്ങളുടെ പ്രചാരണവും സഹായിച്ചു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അരവിന്ദ് കേജ്രിവാളിന് കൈകൊടുത്തവരാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പ്രചാരണം നടത്തുമ്പോൾ അതിന് വിശ്വാസയോഗ്യത കൂടുകയും ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ബി.ജെ.പിയുടെ പ്രചാരണത്തിന് ആക്കം കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം.